ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം എന്താ പറയുക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ജോലിയുണ്ട്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് പോകണം. അതുപോലെ തന്നെ ക്ലാസ് എനിക്ക് 2 മണിക്കാണ് തീരുന്നത്. അവിടുന്ന് പിന്നെ ജോലിക്ക് കയറേണ്ടത് 3 മണിക്കാണ്. അവിടുന്ന് ആക്ച്വലി ബസ്സിനാണെന്നുണ്ടെങ്കിൽ 1.25 മണിക്കൂർ അല്ല 1.25 അല്ല 1.5 മണിക്കൂർ മേലെ ട്രാവൽ ഇതുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് ബസ്സിന് പോകാൻ പറ്റത്തില്ല, ഇന്ന് ട്രെയിനിന് തന്നെ ട്യൂബിന് തന്നെ പോകണം. എനിക്കാണെങ്കിൽ ട്യൂബിന് പോകുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ സമയം ലാഭിക്കാൻ ആകെ അതേ ഒരു മാർഗ്ഗമുള്ളൂ. കാരണം 5 പൗണ്ട് മേലെയാകും അവിടുന്ന്, അതായത് ഗ്രീനിച്ചിൽ നിന്ന് ടോട്ടനാങ്കോട്ട് വരെ. എന്താണെങ്കിലും ഇന്ന് രാവിലത്തെ ക്ലാസ് എന്താ പറയുക 12 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്, 10:30 കഴിഞ്ഞു. ഇതുവരെയൊക്കെ ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. രാവിലെ എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇന്നലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കിടന്നപ്പം നല്ല ലേറ്റായി. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ഇച്ചിരി താമസിച്ചു. ഇന്നിപ്പം കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് പോയി കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10:50 ആകുമ്പം എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. എന്നാൽ മാത്രമേ എനിക്ക് 12 മണിക്കത്തെ ക്ലാസ്സിന് കയറാനായിട്ട് അവിടെ അത്ര നേരത്തെങ്കിലും എത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഞാൻ ഇറങ്ങുവാണ്. ഞാൻ ഇറങ്ങിയിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് ഇന്നലെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതൊരു ഉപകാരമായി. കാരണം ഇനിയിപ്പോൾ കറി ഉണ്ടാക്കേണ്ട, കറി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ഞാൻ ലിഡിൽ നിന്ന് ടോർട്ടിലോസ് മേടിച്ചിട്ടുണ്ട്. സാധനം ചപ്പാത്തി വലിയിരിക്കുന്ന സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതും ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്, പിന്നെ ചോറ് കഴിക്കാനായിട്ടുള്ള സമയമില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇറങ്ങട്ടെ എത്രയും പെട്ടെന്ന്. ഞാൻ ഇന്ന് കഴിക്കണത് കാണിച്ചു തരാം, നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ റാപ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലേ. അപ്പം ഇനിയിപ്പം സ്ട്രോബെറിയും ബ്ലൂബെറിയും പിന്നെ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഒരു സിറപ്പ് ഇരിപ്പുണ്ട്, ഒരു ഹേസൽനട്ട് ചോക്ലേറ്റ് സ്പ്രെഡ്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് സ്ട്രോബെറിയും പിന്നെ ചോക്ലേറ്റ് സിറപ്പും പിന്നെ ബ്ലൂബെറിയും. ഇതിൽ ബ്ലൂബെറി ഞാൻ ഇതുവരെ ഇട്ടും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ബ്ലൂബെറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ലാണെന്ന് ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിന് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആര് പറഞ്ഞു ഇതിന് ടേസ്റ്റ് ഇല്ലാന്ന്? ഞാൻ ചോക്ലേറ്റ് സിറപ്പിലൊന്ന് മുക്കി നോക്കട്ടെ. ഇപ്പോൾ ഒരു കയ്പുണ്ട്, പക്ഷെ നല്ല ആദ്യത്തെ ഒരു നല്ലൊരു ടേസ്റ്റ്. ഏറ്റവും വലിയ നല്ല ടേസ്റ്റ്. ഇത് മതി ഗൈസ്. ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ കറിയും ഇതും കൂടെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് വേഗം റെഡിയായിട്ട് ഞാൻ പോട്ടെ. ഞാൻ മറക്കും, ഇത് നമുക്ക് ആദ്യം തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ കറി. ഇതിൻ്റെ അകത്ത് ചിക്കൻ എവിടെ നിങ്ങൾ ചോദിക്കരുത്, ഞാൻ ചിക്കൻ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ കഴിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ സമയം പോകും. ഇനി ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പോട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മൾ പറഞ്ഞതിനേക്കാളും ഒരു 8 മിനിറ്റ് ലേറ്റാണ്. ഞാനൊരു 10:50 ആകുമ്പോൾ ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 10:58 അതായത് ഓൾമോസ്റ്റ് 11 മണിയായി. അവിടം വരെ യൂണിവേഴ്സിറ്റി വരെ ചെല്ലാനായിട്ട് 45 മിനിറ്റ് എടുക്കുള്ളൂ. പക്ഷേ ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മേലെ എടുക്കും. അതാണ് എൻ്റെ ടെൻഷൻ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെത്തി. ഇനി ക്ലാസ്സിന് കയറണം. 2 മണിക്കൂറാണ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വർക്കിന് പോകണം. ഹോട്ടലായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. എന്താണേലും ഇനി വർക്കിന് പോയി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിനൊരു ഔട്ട്റോ കൊടുക്കുക. അപ്പോൾ എന്താണേലും ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ മടുത്തു ഗൈസ്.
ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങി. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കൊരു 10 മിനിറ്റ് നടക്കാൻ, അല്ല 15 മിനിറ്റ് നടക്കാനായിട്ടുള്ള ദൂരമുണ്ട്. ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ് കൊണ്ട് ഓടിയെത്തി. ഇനി ട്രെയിൻ കയറി ടോട്ടനം കോട്ട് എത്തണം, എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ശരി, ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഞാൻ മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ കുറച്ച് മറ്റേ ടോട്ടലി എന്തായിരുന്ന ചപ്പാത്തി പോലത്തെ സാധനത്തിൽ പിടിച്ച് നിൽക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ പോലും ഞാൻ കഴിച്ചില്ല. പിന്നെ ട്രെയിനിലിരുന്ന് കുറച്ച് ബെറീസും പിന്നെ എന്തായിരുന്നു ഇതും കഴിച്ചായിരുന്നു, സ്ട്രോബെറിയും കഴിച്ചായിരുന്നു. അപ്പം അതാണ് ആകെ കൂടെ ഞാൻ കഴിച്ചത്. അയ്യോ, അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് എന്താ പറയുക എക്സ്ട്രാ ക്യാൻസലായി പോകുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ കിട്ടും. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗണി കിട്ടിയായിരുന്നു, അത് കഴിച്ചു. പിന്നെ കുറച്ച് ഫ്രൈസ് കിട്ടിയായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കും. എനിക്കറിയാം കോഫി കുടിക്കുന്ന അത്ര നല്ല ശീലമല്ലെന്നറിയാം, പക്ഷേ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ എന്താണേലും നന്നായിട്ട് വെള്ളം കുടിച്ചോട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടായിരുന്നു. സോറി. ഓക്കെ, എന്താണേലും അങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ ഫോൺ പോവും. ഓക്കെ, നന്നായിട്ട് മടുത്തു കേട്ടോ. കാരണം ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു. അതായത് ലൈക്ക് ഞാൻ കോളേജിൽ പോയിട്ട് തിരിച്ച് അതൊരു ഓട്ടമായിരുന്നു കേട്ടോ. കോളേജിൽ നിന്ന് എന്താ പറയുക, ഇങ്ങോട്ടേക്ക് വർക്കിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം. അയ്യോ, ഇതിപ്പോൾ കണ്ടോ ഗൈസ്, ഇവിടെ ഇപ്പോൾ 9 മണിയായി. കണ്ടാൽ പറയൂ, 9:15, 9:15 കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. രാവിലെ മീൻസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 4:30, 5 ആകുന്നത് പോലത്തെ ഒരു ഫീലാണ്. വാട്ടെവർ. ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് എനിക്ക് നന്നായിട്ടൊരു ചൂടുവെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇന്ന് രാത്രിയിലത്തേക്ക് കഴിക്കുന്നത്. അതായത് ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡ് ഇവിടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്രൈസ് ഞാൻ അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടതാണ്. പിന്നെ നമ്മളൊരു 4 ടോർട്ടിൽ, ഇതിൻ്റെ പേര് ഞാൻ ഇപ്പോഴും മറന്നു. നമുക്ക് തൽക്കാലം ചപ്പാത്തി എന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ കറി, ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി. അപ്പം ഇത് ആണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങട്ടെ. ഈ സാലഡിന് ആക്ച്വലി ഒരു സ്വീറ്റാണ്, അതായത് ചെറിയൊരു മധുരമാണ്. നമുക്കതുകൊണ്ട് സാധാരണ ഈ ക്യാബേജൊക്കെ കഴിക്കാൻ നമുക്കൊരു ഇഷ്ടക്കുറവല്ല. പക്ഷേ ഈ സംഭവത്തിന് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ചുമ്മാതെ ആണെങ്കിലും കഴിക്കാനായിട്ട് തോന്നും. എനിക്ക് ആക്ച്വലി സാലഡൊന്നും തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷേ കഴിച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചിക്കൻ ഷവർമ കഴിച്ച പിന്നെയാണ് സാലഡൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.